ഗേസ് വെൽക്കം ബാക്ക് ടു ന്യൂ ഫാമിലി. ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ അതിരാവിലെ ഇവിടെ മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. അത് ഇവിടെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞങ്ങളുടെ അയൽവാസികളുടെ വീടുകൾ, ഈ ഏരിയ ഫുള്ളും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഉച്ചക്ക് ബിരിയാണി വെക്കുന്നതെന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഉച്ചക്കത്തെ ഇന്ന് ഞങ്ങൾക്ക് കൊഞ്ചം ബിരിയാണി അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈവനിങ്ങിൽ കുറച്ച് ഗസ്റ്റ് വന്ന് അവർക്ക് സ്നാക്സ് ഉണ്ടാക്കുന്നതോ അവർ ഞങ്ങളോട് വർത്താനൊക്കെ പറയുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. പിന്നെ ഇത് കാണിക്കുന്നത് നമ്മുടെ അയൽവാസി മറിയുത്താൻ്റെ വീടാണ്. ഇത് അവിടുത്തെ ആ ഭാഗമാണ് അടിച്ചു വരുന്നത്. അപ്പോൾ അവിടുന്ന് കാട്ടം കത്തിക്കണ്ട, കാട്ടം കത്തിക്കുമ്പോൾ ടാറ് മെൽട്ടായി പോകുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ മുറ്റത്ത് നമ്മളെ ഫ്രണ്ടിൽ ടാറ് കുറച്ച് ഇട്ടിട്ടില്ല, ആ ഭാഗത്തുനിന്ന് കത്തിച്ചോന്ന് പറഞ്ഞു. അത് സുലൈഖാൻ്റെ വീട്. പിന്നെ ഇപ്പോൾ കാണിച്ചതേ അതാ ഇവിടെ ഇതിൻ്റെ അത് മറിയത്താൻ്റെ മോക്ക് എടുക്കുന്ന വീടാണ്. പിന്നെ അത് കുറച്ച് അങ്ങോട്ടുള്ളത് നമ്മുടെ പോലീസിൻ്റെ വീടാണ്. ഇവിടെ പോലീസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് MLA രമേശ് പറമ്പത്തുണ്ട്. മാഹിയിലെ MLA രമേശ് പറമ്പത്തിൻ്റെ വീട്. അതൊക്കെ ഞങ്ങളെ ഈ ഏരിയയിൽ തന്നെയാണ്, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പോലീസിൻ്റെ രമേശ് പറമ്പത്തിൻ്റെ എല്ലാം വീട്, MLA. ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. ഇത് പിന്നെ ദിവസം ഇവർ രണ്ടുപേരും ഒരു ചെറിയ ഫൈറ്റ് എല്ലാ ദിവസവും ഉണ്ടാവും രാവിലെ ആയിക്കഴിഞ്ഞാൽ. പിന്നെ ഉമ്മ ചോറെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ക്ലീനിങ്ങിലായിരുന്നു. ചോറ് റെഡി ആയി കഴിഞ്ഞാൽ അവർക്ക് കൊടുത്ത് കൊഞ്ചം ബിരിയാണിയാണ്, നല്ല അടിപൊളി കൊഞ്ചം ബിരിയാണി. കൊഞ്ചം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ കാണിച്ചു തന്നതാണ്. അവിടെ വേഗം കഴിച്ച്. പിന്നെ ഞാൻ ഫാവിന് വാരി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവർ കഴിച്ചതിന് ശേഷമാണ് കഴിച്ചത്. ഉമ്മ നിസ്കരിച്ചതിന് ശേഷം ഉമ്മ കഴിച്ചു. അവനവിടെ ഇരുന്നിട്ടുള്ളത് പിന്നെ ഉമ്മ നിസ്കരിക്കുന്നതാണ്. പിന്നെ നമുക്കവിടെ കൂട്ടായിട്ട് കുറച്ച് നായ്ക്കളുണ്ട്. അവിടെ ആയിട്ട് കുറേ നായ്ക്കളുണ്ട്. നമ്മളായിട്ട് നല്ല കമ്പനിയാണ്. ആ വെള്ള നായ്ക്ക് ഇവള് പേരിട്ടിട്ടുണ്ട് ജിൻഡോന്ന്. അതിന് സ്പെഷ്യലായിട്ട് ഫുഡ് കൊടുക്കണോ ഇവിടെ. പിന്നെ ഇവന് ജിൻഡോൻ്റെ വൈഫാന്ന് തോന്നുന്നു. പിന്നെ കുറേ എണ്ണുണ്ട്. ഇവരെല്ലാം ഇവിടെ വന്ന് എപ്പം വന്നിട്ട് ഫുഡ് കഴിക്കും. മീൻ മുറുക്കുകയാണെങ്കിൽ അതും കഴിക്കും. ജിൻഡോന് പിന്നെ സ്പെഷ്യലായിട്ട് വേണം, സ്പെഷ്യലായിട്ട് അവനക്ക് കിട്ടിയാൽ പറ്റും. ഫ്രണ്ടിൽ നിന്നാണ് കൊടുക്കൽ. പിന്നെ ഫ്രണ്ടിൽ കൊടുക്കാൻ അവിടെ ഫുള്ള് നാറ്റുന്നായിട്ട് ബാക്കിൽ തന്നെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീട്ടിൽ പിന്നെ എൻ്റെ ബ്രദറും പിന്നെ ആച്ചിയും നെജുവയും ആയിഷയെല്ലാം വന്നു. അങ്ങനെ അവർക്ക് പെട്ടെന്ന് അറിയിക്കാണ്ട് വന്നത്. അങ്ങനെ അവർക്ക് പഴംപൊരിയും ഇറച്ചിപ്പത്തിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ക്ലിയർ ഇല്ലാത്തത് എൻ്റെ കയ്യിലുള്ള ഇത് ക്യാമറയിലായതുകൊണ്ട് അത് അങ്ങനെ ആയത്. ക്ലിയർ ഇല്ലാത്ത പോലെ ഞാൻ അത് പൊരിക്കാൻ വേണോ വീഡിയോ എടുത്തുതരാൻ പറഞ്ഞാൽ ഫിത എടുത്തു തരൂല. അപ്പോൾ രണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലിയർ ഇല്ലാണ്ടായത്. അതിൻ്റെ ചൂട് കയറിയിട്ട് ആവി കയറിയിട്ട് ആ ക്ലിയർ പോയതാണ്. ആ അന്നേരം ഗ്യാസ് പോയി പോടാ. ഗ്യാസ് വാടിപ്പോയി. അപ്പൊ അയാള് ഫിറ്റാക്കിട്ട് പോവില്ലേ? അന്ന് ഗ്യാസ് ജർമ്മനി ഗ്യാസ് വന്നപ്പോ അയാള് ഫിറ്റാക്കിയ ഞാന് എന്തോ ഓണാക്കിയപ്പോ എന്തോ ഒച്ചപ്പോ ഞാൻ ഓഫാക്കി. എന്നിട്ട് വീണ്ടും ഞാൻ ഓണാക്കിയപ്പോ ചായ വെച്ചേ. പിന്നെ കുറച്ച് ചെറിയ മക്കളാ പപ്പ വന്നിട്ട് ഓഫാക്കി. അടുക്കളയിൽ ആരും ഉണ്ടായിട്ടില്ല. ഇവളാണ് ഈ പൂക്കിയൊക്കെ കളിയും ചെയ്യുന്നത്. അടുക്കളയിൽ ആരും ഉണ്ടായിട്ടില്ല, നമ്മളെ ഉണ്ടായിട്ടില്ല. തട്ടുമ്പോ തീ വളർന്നുണ്ട്.
കൊയലിനെ രണ്ടായിരം ഫിറ്റാക്കിയൊന്നല്ല. ആ പറ നീ പറ അప్పుడు വീഡിയോ എടുത്തെടുത്തില്ല 1 മില്യൺ ആക്കാന് എന്നിട്ടില്ല ബിഗ് ബോക്സിൽ പോയിക്കോ. പിന്നെ ഇത് നമ്മളെ ഫാമിന്റെ ഫ്രണ്ട് ആത്തിഫാണ്. ആത്തിഫോ എന്തോ ഒരു പേരാണ്. ഓനിക്ക് ഫാവിന് കിട്ടിയൊരു ന്യൂ ഫ്രണ്ടാണത്. അവന് ഫാവിന് സൈക്ലിങ്ങിന് അങ്ങനെ കൂടുതൽ കളിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്. നല്ല മോനാണ്. മറിയത്താന്റെ മോളെ മോനാണ് അവന്. അപ്പൊ ഞാൻ വെറുതെ ഇട്ട് ആയിഷാനെ കളിയാക്കിയ. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതാണ്. അത് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് സാരാ മോളെ ഉമ്മ ഇതിനെല്ലാം കാറ്റാക്കാൻ നല്ലോണം അറിയാം. ഓനിക്ക് സാധനം കുറ്റം കിട്ടിയാ എന്താ വേണ്ടേ? എന്തത് ഒന്നും കച്ചിട്ടില്ലാലോ. അതിന് പൂച്ചെടുക്കണോ കൂട്ടി വെച്ചൂടെ? ഇഷ്ടാ ഇതായിരുന്നു ആച്ചി. അതാ നീല കുപ്പിയില്ലേ മുടികളായിരുന്നു. എന്റെ കൈ കൊണ്ടാ കൈ കാണിച്ചാ ഇങ്ങോട്ടാ കയ്യിലെന്തായ ഓയിലായതാ സാരില്ല അതോളോ. ഓൻ കാണണ്ട പിന്നെ എപ്പോ ഇവിടെ വരും ഇതിന് നോക്കിട്ട്. എടാ നീ ഇവിടെ കണ്ടിട്ടില്ലാലോ ആദിലേ ആതിഫേ എടാ നീ ഇവിടെ നോക്കിക്കില്ലാലോ. നമ്മള് പക്ഷെ ഓള് ബഹുമാനിക്കുന്നുള്ളൂ. മാപ്പിളമാരോട് അങ്ങനെ വർത്താൻ പറയില്ലല്ലോ. ബഹുമാനിക്കണ്ടേ. അങ്ങനെ അവർക്ക് പഴംപൊരിയും ഇറച്ചിപ്പത്തിലും ചായയെല്ലാം കൊടുത്ത് അവർ ചായ കുടിക്കുകയാണ്. എൻ്റെ മൊബൈൽ ക്ലിയർ ഇല്ലാണ്ട് തന്നെയുള്ളത് ആവി കയറിയിട്ടുള്ളത് ശരിയാക്കിയിട്ടില്ല. കാരണം ഇവരെല്ലാം മുഖം മങ്ങിയിട്ടുള്ളത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഫോണെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഈ എടുക്കുന്ന സമയത്ത് പിന്നെ ഇവരെ കിട്ടൂലല്ലോ എടുക്കാൻ. അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഇത് ആച്ചിൻ്റെ ആച്ചി ഓരോ പുളു അടിക്കുന്ന അതെല്ലാം കേട്ട് അങ്ങനെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവര് കുറച്ചു നേരം വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഇവരെല്ലാരും കൂടി നമുക്ക് ബായ് പറഞ്ഞു പോയി. വീഡിയോ കാണിക്കലില്ലേ ഇത്